ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്നറിയോ? തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ കവാടത്തിൻ്റെ അരികിലാണ് കേട്ടോ. ഇവിടെ ശ്രീ പാർവതീ ദേവി പടിഞ്ഞാറോട്ട് ദർശനവുമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ദേവിയെ തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. കാരണം ബസ്സിൻ്റെ ടൈമിന് പോകുമ്പോൾ എന്നെ കാത്തിക്കൂല. ഇവിടെ എന്താ വിശേഷം എന്നല്ലേ നോക്കൂ, പറയാം. നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെ നിറയെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം. എന്നാലും വിരുന്നുകാരിയെ പോലെ വരുന്ന എനിക്ക് വല്ലപ്പോഴൊക്കെ ക്ഷേത്രത്തിൽ പോകാൻ അവസരം കിട്ടാറുള്ളൂ. ഇന്ന് ശുദ്ധികലശത്തോട് കൂടിയിട്ട് നാളെ കൊടിയേറ്റത്തോടു കൂടി ആരംഭിക്കുകയാണ് നമ്മൾ ഉത്സവം കേട്ടോ. ഇന്ന് തന്നെ ഒന്ന് തൊഴുത് പോകണമെന്ന് എനിക്ക് മനസ്സിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടായി. കാരണം നാളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാല് വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം നാളെ മുതൽ 11-ാം തീയതി വരെയുണ്ട് ഉത്സവാഘോഷം. ഇത്രയും ശാന്തമായിട്ട് ജനങ്ങളുടെ തിക്കും തിരക്കൊന്നുമില്ലാതെ ഇന്ന് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. നാളെ മുതൽ ഇവിടെ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രയ്ക്ക് ജനനിബിഡമായിരിക്കും ഇവിടം. തൃക്കളയൂരപ്പൻ്റെ ഉത്സവാഘോഷം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിരിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അതായത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെയും മലപ്പുറം ജില്ലയിലെ കീഴുപറമ്പ് പഞ്ചായത്തിൻ്റെയും സെൻറ്ററിലാണ് ഇതിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ദേശോത്സവമാണ്. ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? 5-ാം തീയതി വലിയ വരവുകളുണ്ട്. തെക്കെന്നും കിഴക്കെന്നും പടിഞ്ഞാറെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദേശത്തു നിന്നും വലിയ വലിയ വരവാഘോഷമാണ് ഉണ്ടാകുന്നത്. ഈ ഉത്സവത്തിന് പങ്കാളികളാവാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ തൃക്കളയൂരപ്പൻ്റെ സന്നിധിയിലേക്ക്. അപ്പോൾ എല്ലാവരും വരുമല്ലോ അല്ലേ? അപ്പോൾ 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നടക്കുന്ന ഉത്സവാഘോഷത്തിൽ പങ്കാളികളാവാൻ വേണ്ടി എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ സന്നിധി.